ഗ്യാപ്പുകളുണ്ട്. അപ്പം ഇത്തരത്തിൽ എത്രയോ കാലമായിട്ട് അഡ്രസ് ചെയ്യാത്ത വിഷയങ്ങളുണ്ട്. ഇതിനെ ചൊല്ലിയൊക്കെയാണ് വലിയ സംഘർഷങ്ങളും വഴക്കുകളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റൂട്ട് പ്ലാനിംഗ് ഓട്ടോമേഷൻ കേരള ബസ് എന്ന പേരിൽ റൂട്ടിനെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ റാഷണലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ വെർജിൻ റൂട്ടുകൾ, പുതിയ പുതിയ അർബൻ നോഡുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ അർബനൈസേഷൻ ഏതാണ്ട് 85% ആയിട്ടുണ്ട്. ഒരു 25 വർഷം മുമ്പ് അത് വെറും 25% ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കേരളം മൊത്തത്തിലൊരു അർബൻ ഏരിയയാണ്. ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലുലു മാൾ നിൽക്കുന്ന പ്രദേശം ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പം അതൊരു നോഡാണ്, ട്രാവലിന്റെ ഒരു പോയിന്റാണ് ലുലു മാൾ. പണ്ടതില്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ എത്രയോ പോയിന്റുകൾ കേരളത്തിൽ ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. അതൊന്നും വേണ്ടത്ര ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പം അത് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി രാത്രികാല ലൈറ്റിങ്ങിനെയൊക്കെ വെച്ചിട്ട് അതിന്റെ ലുമിനോസിറ്റിയൊക്കെ ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് അത്തരത്തിലുള്ള ചില പഠനങ്ങൾ നടത്താനും റൂട്ട് ഓട്ടോമേഷൻ നടത്താനും പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്താനും MVD മുന്നോട്ട് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറലായിട്ട് അവരുമായി ഈ വിഷയത്തിൽ അവരുമായി സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ലിബറലായി നമ്മൾ അവരോട് ഒരു ശത്രുതാപരമായ സമീപനം നമ്മൾ എടുക്കുന്നില്ല. അവർ പല ഇഷ്യൂസ് ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ 140 നിബന്ധന, അതിനപ്പുറത്തേക്ക് പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ, അതൊക്കെ നമുക്ക് ഇനിയും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കളറും ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതൊക്കെ കേന്ദ്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ കുറച്ച് സമയം നമുക്ക് ആവശ്യമുണ്ട്. മറ്റൊന്ന് RTO ഓഫീസിലെ കുറേ ബുദ്ധിമുട്ടുകളാണ്. ജനറൽ ഇഷ്യൂ ആണ്, എല്ലാ വാഹനങ്ങൾക്കും ഉള്ളതാണ്. അത് ഞാനടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിജിയുമായി സംസാരിച്ചു. അദ്ദേഹം വളരെ അയവേറിയ ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അവിടുത്തെ പോർട്ടലുകളൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള വാഗ്ദാനങ്ങൾ നൽകിയെങ്കിൽ ഇനിയും അതിന്റെ പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ നമുക്കൊരു കണക്ഷൻ മാത്രമേ ഉള്ളൂ, കാഷ്വാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാഷ്വാനും പുറമെ വീണ്ടും അതാത് പ്രദേശങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള കണക്ഷനുകൾ എടുക്കുക. അതുപോലെ തന്നെ വൈഫൈ ഉപയോഗിക്കുന്നിടത്ത് അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മെഷീൻ, അതായത് ഞങ്ങളുടെ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ RTO ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി RTO സർവീസസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ തീരുമാനമെടുത്തു. ഒപ്പം തന്നെ ഞങ്ങൾ ഇവിടുത്തെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂട്ടുനിൽക്കുന്നതല്ല. പക്ഷേ ഈ മേഖലയോട് തീർച്ചയായിട്ടും ഒരു ജനകീയമായിട്ടൊരു മേഖലയാണ് നമ്മുടെ സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്. അവരോട് വളരെ അയവേറിയ ഒരു സമീപനം എടുക്കണം. കഴിയുന്നതും അവരെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ പോലെ ഈസ് ഓഫ് റണ്ണിംഗ് ബസ് എന്നുള്ളത് അതൊരു ബിസിനസ്സാണല്ലോ. നമുക്ക് ഒരു സമീപനം ഈസ് ഉണ്ടാക്കണം എന്ന് ജനറലായിട്ട് ഇവരൊക്കെ തന്നെയാണ് അതിന്റെ ആളുകൾ. അവരുടെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവരും അതിനെ വളരെ നല്ലൊരു രീതിയിലാണ് ഒഫീഷ്യൽസും അതിനെ കണ്ടിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളോട് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അതെ, ഈ മത്സരോട്ടത്തിന് അവർ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവർ പറയുന്നത്. ഇത്ര മിനിറ്റ് കൊണ്ട് ഓടണം, അപ്പൊ അത് ഓടിച്ചേ പറ്റുള്ളൂ. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനവർക്കൊരു ഒരു എൽബോ റൂം കൊടുക്കുക. ആ പഴയ ടൈമിൽ ഓടി എത്തില്ല ഇപ്പോൾ, കാരണം വാഹന പെരുക്കം കൊണ്ട്, വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ കൊണ്ട്. റോഡൊക്കെ വീതി കൂടിയിട്ടുണ്ട്, പക്ഷെ സ്പീഡ് വളരെ കുറഞ്ഞു. മീനിങ് അതിന്റെ
ഡിസ്പ്ലേസ്മെന്റ് ടൈം വളരെയധികം കുറയും. അപ്പോൾ സ്പീഡ് കൂട്ടണം, കിട്ടുന്ന സമയത്ത് സ്പീഡ് കൂട്ടണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയും ഈ വാഹന ഗതാഗത മേഖലയിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും നമ്മൾ വളരെ അയവേറിയ ഒരു സമീപനം ആണ് ഗവൺമെന്റ് എടുക്കുന്നത്. അവരെ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സായിട്ട് കണ്ടുകൊണ്ട് അവരോട് തുടർന്നും ഞങ്ങളുടെ ഈ കോൺവെർസേഷൻസ് തുടരും. എങ്ങനെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വികസിപ്പിക്കാം എന്നതാണ് എല്ലാ ചർച്ചയുടെയും ഒരു അടിസ്ഥാനമായിട്ടുള്ളത്. ഈ വിദഗ്ധ സമിതി അതിനു വേണ്ടിയല്ല, പക്ഷെ കുറെ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ഒരു ചർച്ചയിൽ വന്ന ഉടനെ അതിനൊക്കെ എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് അനുഭാവപൂർവ്വം നമ്മൾ പരിഗണിക്കുകയാണ്. അവരുടെ ഞങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ അജണ്ടയും അവരുടെ മെമ്മോറാണ്ടങ്ങളെ പരിശോധിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഇപ്പം ഇതിനിടെ ടൂറിസം ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, സിനിമ ഒരു വ്യവസായമായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പൊതുഗതാഗതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. ഈ വിഷയത്തിൽ പ്രിയദർശിനിയാണ്. അവർ പലതരത്തിലുള്ള പ്രപ്പോസൽസ് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോ നമുക്കിപ്പോ ഒറ്റയടിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മീനിങ് അതിനാണല്ലോ ഈ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അവർ കമ്മിറ്റിയോട് പറയട്ടെ എന്തൊക്കെ പ്രപ്പോസലാണ് അവർക്കുള്ളത് എന്ന് പറയട്ടെ. അതിപ്പോ നമ്മളിപ്പോ അവരുടെ ചർച്ച മുഴുവൻ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. രാമചന്ദ്രൻ, രവിരാമന്റെ ഉണ്ടല്ലേ. വിദ്യാർത്ഥി കൺസെഷന്റെ കാര്യത്തിൽ ഇപ്പൊ KSRTC സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ പൂർണ്ണമായി, സീറോ ആയി. പ്രിയദർശിനി സംബന്ധിച്ചിടത്തോളം മറ്റ് നമ്മുടെ സ്വകാര്യ മേഖലയിലാണെങ്കിൽ എല്ലാവരും പഴയ കൺസെഷൻ റേറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ ആവശ്യം ഒരു കോൺസെൻസസ് വേണം. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒരു കോൺസെൻസസ് വേണം. അപ്പൊ ആ കോൺസെൻസസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും, നമ്മൾ അടിച്ചേൽപ്പിക്കുകയൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ എന്താണ് കാലോചിതമായ കുട്ടികൾക്കും കൂടി അംഗീകരിക്കാവുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഇവർ പറഞ്ഞൊരു കാര്യം, ബസ്സുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൺസെഷനേ ഉള്ളൂ, ബസ്സില്ല. അതുകൊണ്ട് കൺസെഷൻ വേണോ ബസ് വേണോ എന്ന് ചോദിച്ച മാതിരിയാണ്. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ബസ്സാണല്ലോ വേണ്ടത്. ബസ് ഉണ്ടെങ്കിലല്ലേ കൺസെഷൻ കൊണ്ട് കാര്യമുള്ളൂ. 30,000 ബസ് ഇപ്പൊ 7,000 ബസ്സായി. ബാക്കി 20,000 ബസ്സിലും കൺസെഷൻ ഉണ്ട്, പക്ഷെ ബസ്സില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ബസ് ഉണ്ടെങ്കിലേ കൺസെഷൻ കാര്യമുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരുമായിട്ടുള്ളൊരു ചർച്ച നമുക്ക് നടത്താം.